ബുദ്ധൻ നേരത്തെ പറഞ്ഞു ആഗ്രഹം, ആശ, ഈ ഒരു സാധനമാണ് ഈ ദോഷത്തിനെല്ലാം കാരണം. അതിനെ നമ്മൾ നിർവീര്യമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ക്ലിയർ വർക്കൗട്ട് ചെയ്യും. അതിനെ നമ്മൾ എങ്ങനെ നിർവീര്യമാക്കും? നിർവീര്യമാക്കുക ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ അറിവ് മാത്രം മതി. കാരണം നമ്മൾ എന്ത് വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല എന്ന് മാത്രം വിചാരിച്ചു. നമ്മൾ നിന്ന് കൊടുക്കാൻ പഠിക്കുക. അതായത് നമ്മൾ എപ്പോഴും വന്നിട്ട് ലൈഫ് എന്ന് പറയുന്നത് ഒരു നദിയുടെ ഒഴുക്ക് പോലെയാണ്. അപ്പോൾ അതിന് നമ്മൾ എതിർവശം നോക്കി നമ്മൾ തുഴയാൻ പോകരുത്. എത്ര തുഴഞ്ഞാലും നിങ്ങളുടെ കയ്യും കാലും തളർന്ന് നിങ്ങൾ അവിടെ കുഴഞ്ഞു വീഴും. അതേസമയത്ത് ആ ഒഴുക്കനുസരിച്ച് നിങ്ങൾ പോയാണെങ്കിൽ എന്തായിരിക്കും? ആ ഒഴുക്കിനനുസരിച്ച് കറക്റ്റായി എത്തേണ്ടത് നിങ്ങൾ പോയി എത്തിക്കൊള്ളൂ. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് എന്ത് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം അതിന് രാമായണം തന്നെ പറയുന്നുണ്ട്. വാൽമീകി വന്നിട്ട് രാമൻ ജനിക്കുന്നതിന് മുമ്പേ രാമായണം എഴുതി തീർത്തു എന്നാണ് ഒരു കഥയിൽ വരുന്നത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ശ്രീരാമന് ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ രാമായണം. അത് വശിഷ്ഠൻ തന്നെ പറയുന്നുണ്ട്, രാമ നിനക്ക് സന്യാസം എടുക്കാൻ സാധിക്കില്ല. കാരണം എന്ത്? നീ ഇവിടെ ആക്ട് ചെയ്യണം. എന്താണ് ആക്ട് ചെയ്യേണ്ടത്? നീ ഇനിയൊരു കല്യാണം കഴിക്കണം, അടുത്ത ദിവസം രാവണനെ കൊല്ലണം, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ആക്ട്. കാരണം രാവണൻ മരിക്കാൻ വേണ്ടി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവിടെ ആണെങ്കിൽ നീ വന്നിട്ട് ആക്ട് ചെയ്യണം. നിനക്ക് അറിവില്ലായ്മ കൊണ്ട് നീ എന്ത് ചെയ്യുന്നത്? നീ കിടന്ന് അയ്യോ എന്ന് കിടന്ന് എനിക്ക് സന്യസിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നീ പോയി നീ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും മാരേജ് നടത്തിയേ പറ്റും. ശരി, നടന്നു. അപ്പോൾ നടന്നതിന് ശേഷം നിൻ്റെ ലൈഫ് എന്താണ്? നീ നാച്ചുറലായി നിൻ്റെ ലൈഫിനെ കൊണ്ടുപോകാം. കാരണം രാമൻ്റെ അറിവ് ആ മാഞ്ഞ് കിടക്കുന്ന സമയത്ത് അതിനെ ക്ലിയറാക്കി കൊടുത്തു. അത് ഈ വശിഷ്ഠൻ്റെ വേല അങ്ങനെയാണ്. അതാണ് യഥാർത്ഥ ഗുരു. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു പൊങ്ങച്ചം കാണിക്കുന്നതല്ല ഗുരു. നിന്നെ ഞാൻ കോടീശ്വരനാക്കാം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മണ്ടത്തന ഒന്നുമില്ലാതെ പറയാം. അപ്പം നിങ്ങളും മണ്ടനാണ്, ഞാനും മണ്ടനാണ്. അതൊന്നും സാധിക്കില്ല. ഇവിടെ അതിശയങ്ങൾക്കൊന്നുമല്ല പ്രാധാന്യം. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ കുത്തിത്തിരിക്കി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളാണ് സോഫ്റ്റ്വെയറായിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കിടക്കുന്നത്. അതിന് നിങ്ങൾ കറക്റ്റ് കമ്പ്യൂട്ടർ വഴി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. അതിനെ ഡിലക്റ്റ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ ആ പ്രസൻറ്റ് ലിവിങ്ങിൽ ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് അടുത്ത പ്രസൻറ്റ് ലിവിങ്ങിലേക്ക് വരണം. പ്രസൻറ്റ് ലിവിങ് എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുത്. ഫ്യൂച്ചർ നമ്മൾ നോക്കേ വേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മം ഉണ്ടല്ലോ, കാർമികമായിട്ടുള്ള സർക്കിള്, അത് ക്രിയായോഗ നമ്മൾ ചെയ്യുമ്പോൾ അത് മാറുമെന്നല്ലേ പറയപ്പെടുന്നത്? ക്രിയായോഗ എന്ത് ചെയ്യുന്നു? അതായത് നമ്മുടെ ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പം നിങ്ങളുടെ മുൻജന്മം വഴി നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ട്രാക്കിൽ കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിനെ ഒരു ഗുരുവിനെ, ക്രിയായോഗ എന്ന് മാത്രമല്ല, ഏത് ഗുരുവിനെ കണ്ടാലും നല്ല റിയൽ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? ട്രാക്ക് മാറ്റി വിടും. അത്രയേ ഉള്ളൂ. ട്രാക്ക് മാറ്റി വിട്ട് കഴിഞ്ഞാൽ അടുത്ത കാരണം ഈ ബ്രെയിനിൽ കിടക്കുന്ന പഴയ സോഫ്റ്റ്വെയറിനടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കും. അതാണ് ഇവിടെ സംഭവം. അപ്പം ദീക്ഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മരണം എന്ന് അർത്ഥം. മരിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നത്. അപ്പം ബൈബിളിൽ പറയുന്ന ജ്ഞാനസ്നാനം അത് തന്നെ. ജ്ഞാനസ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നീ നിങ്ങളുടെ പഴയ സോഫ്റ്റ്വെയറിനടുത്ത് ദൂരെ കള, അല്ലെങ്കിൽ നീ മരിക്കേ. അപ്പോൾ ആ മരണത്തിലേക്ക്, ആ വെള്ളത്തിൽ മുക്കുന്നത് വെറുതെ വെള്ളത്തിൽ മുക്കുന്നതല്ല, അത് വീണ്ടും നിങ്ങളുടെ പുനർജന്മം എടുക്കാൻ വേണ്ടിയാണ്. ആ പുതിയ ജന്മമുള്ള ഉദ്ദേശം വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾ യാത്ര ചെയ്ത് വേറൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ് നമ്മൾ. കമ്പ്യൂട്ടറിൽ അതേ കമ്പ്യൂട്ടർ തന്നെ, ബോഡി അതേ തന്നെ, ഇടുന്ന സോഫ്റ്റ്വെയർ വേറെ ആയിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിങ്ങളുടെ ഫീഡ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും.